നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. പോളിംഗ് സാമഗ്രികൾ ഇന്ന് വിതരണം ചെയ്യും. മണ്ഡലത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. പുതിയ MLA തീരുമാനിക്കാൻ നാളെ വോട്ടർമാർ വിധിയെഴുതും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, അടിയുറച്ച വിജയ പ്രതീക്ഷയിലാണ് മുന്നണികൾ ഉള്ളത്. ജനം നാളെ വിധി എഴുതുമ്പോൾ ആർക്കൊപ്പമായിരിക്കും വിജയം എന്നുള്ളത് ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, പോളിംഗ് സാധന സാമഗ്രികളുടെ വിതരണത്തിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലേക്കും സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വാഹനങ്ങൾ, ഒപ്പം പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ മേൽനോട്ടത്തിലാണ് പോളിംഗ് സാധന സാമഗ്രികളുടെ വിതരണം. ഒപ്പം ഇവരെല്ലാം തന്നെ ബൂത്തുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വാഹനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയോടെ തന്നെ ബൂത്തുകളെല്ലാം തന്നെ സജ്ജമാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ജില്ലാ കളക്ടർ നമ്മോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിൽ നിന്നും തത്സമയം നിരീക്ഷിക്കുന്നതിനാവശ്യമായ CCTV ക്യാമറ സംവിധാനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി ജില്ലാ കളക്ടർ പറയുന്നു. അതേസമയം ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. എല്ലാ മുന്നണികളും ചില പ്രധാന വ്യക്തികൾ, മുന്നണി നേതാക്കന്മാരും ചില പ്രധാന വ്യക്തികളെ കാണാനും ചില പ്രത്യേക സ്ഥലങ്ങളിൽ വിട്ടുപോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വോട്ട് തേടി എത്താനും വേണ്ടിയുള്ള മണിക്കൂറുകളായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. മുതിർന്ന, അതായത് ജില്ലയ്ക്ക് പുറത്തു നിന്നെത്തിയ നേതാക്കന്മാരെല്ലാം തന്നെ ഇന്ന് നിലമ്പൂർ വിട്ട് കഴിഞ്ഞിരിക്കുന്നു. ജില്ല വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വലിയ തരത്തിലുള്ള ഒരു കലാശക്കൊട്ടിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത്. അത്രയധികം ആളുകളെ പങ്കെടുപ്പിക്കാൻ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞു. ഒപ്പം BJPക്കും കഴിഞ്ഞു. മൂന്ന് മുന്നണികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കൊട്ടിക്കലാശമാണ് ഇന്നലെ സംഘടിപ്പിച്ചത്. 23 ദിവസം നീണ്ടുനിന്ന പ്രചരണ പരിപാടികൾ അവസാനിപ്പിച്ചപ്പോഴേക്കും ഒരു ഉത്സവ പ്രതീതി ജനിപ്പിക്കുവാൻ എല്ലാ മുന്നണികൾക്കും കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതേസമയം കൊട്ടിക്കലാശത്തിന്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് ചില വ്യക്തികളെ കണ്ടും വോട്ട് പിടിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്ന PV അൻവറിനെയും ഇന്നലെ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. കാരണം വലിയ തരത്തിൽ ചർച്ചയാകപ്പെട്ടത് അൻവറിന്റെ രാജിയും തുടർന്നുള്ള അൻവറിന്റെ സമീപനങ്ങളും UDFനെയും LDFനെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കുമൊക്കെ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാക്കി നിർത്താൻ PV അൻവർ ശ്രമിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. കാരണം മുഖ്യമന്ത്രി നിലമ്പൂരിലെ പ്രചരണ പരിപാടികളിൽ എത്തിയപ്പോഴൊക്കെ തന്നെ PV അൻവറിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചതും. ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടതിന്റെ പിന്നിൽ ഇവിടുത്തെ മുൻ MLA ആയ PV അൻവർ തന്നെയാണ്. അദ്ദേഹം ഒരു വഞ്ചകനാണ് എന്നൊക്കെ തരത്തിൽ മുഖ്യമന്ത്രി PV അൻവറിനെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രസംഗം നടത്തിയതും. UDF ആകട്ടെ ഒരു ആദ്യഘട്ടത്തിലൊക്കെ അൻവർ ഒപ്പം കൂടും എന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചിരുന്നെങ്കിലും ഓരോ മണിക്കൂറുകളിലും നിലപാട് മാറ്റി അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞും UDFനെയും പ്രതിപക്ഷ നേതാവിനെയും കടന്നാക്രമിച്ചുമൊക്കെ PV അൻവർ നടത്തിയ നീക്കങ്ങൾ വല്ലാതെ UDF നേതാക്കന്മാരെ ചൊടിപ്പിച്ചു. അതോടുകൂടി തന്നെ UDFിലേക്കുള്ള അൻവറിന്റെ പ്രവേശനം അടയുകയും ചെയ്തു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ആള് സ്വതന്ത്രനായാണ് മത്സരിക്കുന്നതെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ അൻവർ പൂർണ്ണമായും സ്വതന്ത്രനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ തന്നെയും പ്രചരണ രംഗങ്ങളിലൊക്കെ തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാരെ മണ്ഡലത്തിൽ എത്തിക്കുവാൻ PV അൻവറിന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയത്തക്ക ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ചും യൂസഫ് പത്താനെ പോലുള്ള അന്തർദേശീയ തലത്തിൽ തിളങ്ങിയ ഒരു ക്രിക്കറ്റ് താരത്തിനെ നിലമ്പൂരിലെത്തിച്ച് വോട്ടർമാർക്കൊപ്പം ക്രിക്കറ്റ് കളിപ്പിച്ചും വലിയ തരത്തിലുള്ള ഒരു വാഹന റാലി സംഘടിപ്പിച്ചുമൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച PV അൻവർ സജീവമായിരുന്നുവെങ്കിൽ ഇന്നലെ ആ PV അൻവർ നിശബ്ദനായിരുന്നു. തന്റെ മണ്ഡലത്തിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിച്ച് ചില പ്രമുഖ വ്യക്തികളെ കണ്ടുകൊണ്ട് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ സജീവമായിരുന്നു. അതേസമയം മറ്റു മൂന്ന് മുന്നണികളും വലിയ സജീവമായി ഇന്നലെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു. ഈ തെരഞ്ഞെടുപ്പിന് 23 ദിവസവും നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ ആളുകളെ കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളെയും ഒപ്പിച്ചു നിർത്തുക, കൂടെ നിർത്തുക, മുന്നണി ഒറ്റക്കെട്ടാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ UDFന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ കണ്ടാണ് നിലമ്പൂർ ഇനി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം കേരള രാഷ്ട്രീയത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലും കാണാത്ത ആവേശവും ബഹളവും വാദപ്രതിവാദങ്ങളും ഒക്കെ ഉയർന്നു പൊങ്ങിയ ഒരു മേഖല കൂടിയായിരുന്നു നിലമ്പൂർ. അത്തരത്തിൽ എല്ലാ രാഷ്ട്രീയ മുന്നണികളും LDFും UDFും ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്, ഈ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് LDFും UDFും മണ്ഡലം കേന്ദ്രീകരിച്ച ഈ 23 ദിവസവും നടത്തിയതെന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനപ്പുറത്തേക്ക് കടക്കുമ്പോഴേക്കും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് വേദിയായി നിലമ്പൂര്. പ്രത്യേകിച്ചും
കേരള രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ദേശീയ രാഷ്ട്രീയവും അതിനും അപ്പുറത്തേക്ക് അന്താരാഷ്ട്ര രാഷ്ട്രീയവും ഒക്കെ വന്നിരുന്നു. ഇസ്രായേൽ ഇറാൻ യുദ്ധം വരെ അവസാന ഘട്ടത്തിൽ ചർച്ചയായതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്, സംസ്ഥാന രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വരെ ഇവിടുത്തെ ചർച്ചകൾ കൊണ്ടുപോകുവാൻ നേതാക്കന്മാർ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കഴിഞ്ഞ ഞായറാഴ്ച നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരക്കുള്ള ഞായറാഴ്ചയായിരുന്നു. പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളെ അവിടെ എത്തിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള റാലികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയ മുന്നണികളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കാണ് ഇന്നലെ കൊട്ടിക്കലാശത്തോടുകൂടി സമാപനം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കൂട്ടലും കുറയ്ക്കലുകളുമായിട്ടാണ് നേതാക്കന്മാർ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പറയാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിംഗ് ശതമാനം 76% കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഇപ്പോഴും എല്ലാ മുന്നണികളും ലക്ഷ്യമിടുന്നത്. നാളെ പ്രകൃതി അനുകൂലമാണെങ്കിൽ ഒരു പക്ഷേ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരും പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രകൃതി വലിയ തരത്തിലുള്ള മഴ ഇന്നലെയൊക്കെ അവിടെ നിലമ്പൂർ ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിന്റെ പല മേഖലകളിലും പെയ്തിരുന്നു. അത്തരം മഴ ഉണ്ടായ ഒരു സാഹചര്യം, ആ മഴ മാറി നിൽക്കുകയാണെങ്കിൽ കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നേതാക്കന്മാർക്കും ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഇരു മുന്നണികളും വോട്ടിംഗ് ശതമാനം കൂടുന്നതോടൊപ്പം തന്നെ ഇരു മുന്നണികളും വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ ഇരു മുന്നണികളും പങ്കുവെക്കുമ്പോഴും BJPയും പ്രതീക്ഷ പങ്കുവെക്കുന്ന കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിറന്നോട്ടല്ല. കാരണം 6 മാസത്തിനുള്ളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂരിൽ എത്തിക്കുമെന്നുള്ള മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നെ BJP നേതാക്കന്മാർ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങളും വാഗ്ദാനങ്ങളും ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പോരാട്ടമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇനിയെല്ലാം തന്നെ വിലയിരുത്തുകയും അതിനനുകൂലമായി വിധി എഴുതുകയും ചെയ്യേണ്ട ദിവസം നാളെയാണ്. അത്തരത്തിൽ ഉള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സജീവ രാഷ്ട്രീയ ചർച്ച ഏറ്റവും കൂടുതൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് ഒട്ടുമിക്ക നേതാക്കന്മാരും മണ്ഡലത്തിലെത്തി പ്രചരണം നടത്താൻ തയ്യാറായി എന്നുള്ളതാണ്. യുവ MLA-മാരുടെ വലിയൊരു ശാക്തിക ചേരി തന്നെ ഇവിടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. അതെടുത്തു പറയേണ്ടതാണ്. UDF-ഉം LDF-ഉം അത്തരത്തിൽ യുവ MLA-മാരെയും യുവാക്കളെയും രംഗത്തിറക്കി മലയോര മേഖലകൾ ഉൾപ്പെടെ അവർ ചർച്ചകളിൽ പങ്കെടുത്തു. അവരുടെ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തു. വീട് വീടാന്തരം കയറിയിറങ്ങി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഓരോ വീടുകളിലും 3ഉം 4ഉം പ്രാവശ്യമാണ് എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ കയറി ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ ആരുടെ മനസ്സ് ആർക്കൊപ്പം എന്ന് ഒരിക്കൽ പോലും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറിയിരിക്കുന്നു. അങ്ങനെ ഇഞ്ചോടിഞ്ചോടുള്ള പോരാട്ടത്തിലേക്ക് നിലമ്പൂർ എത്തിച്ചേർന്നിരിക്കുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഏറ്റവും കൂടുതൽ ചർച്ചയായ നിലമ്പൂരിലെ ഏറ്റവും പ്രധാന പ്രശ്നം മനുഷ്യൻ വന്യജീവി സംഘർഷമാണ്. ആ സംഘർഷം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. 1965 മണ്ഡലം എന്ന് ഉടലെടുത്തുവോ അന്നു മുതൽ തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം തുടരുകയാണ്. ഒരു തുടർക്കഥയായി മുന്നോട്ട് പോകുകയാണ്. അതിന് ഒരു അടിവരയിട്ട് നിർത്തുവാൻ ഇന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ആളുകളുടെ ഏറ്റവും വലിയ വിവാദപരമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യവും. അത്തരത്തിലൊരു ചോദ്യത്തിലേക്ക് കടന്ന് അതിന് മറുപടി നൽകാൻ മുന്നണികൾ ശ്രമിച്ചെങ്കിലും പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ മുകളിലേക്ക് ഇത്തരം പിഴവുകൾ ചാർത്തി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തുവിന്റെ മരണവും വൈദ്യുതി കെണിയുമെല്ലാം വലിയ തരത്തിൽ ചർച്ചയായത്. ഏകദേശം 2 ദിവസത്തോളം ആ ചർച്ച നീണ്ടുനിന്നു. ഇതിനിടയിൽ പെട്ടി വിവാദം എത്തിയെങ്കിലും അതിൽ കാര്യമായ ചർച്ചയിലേക്ക് വന്നില്ല. കേവലം 2-3 മണിക്കൂറുകൾ കൊണ്ട് ആ ചർച്ചയും അവസാനിക്കുകയായിരുന്നു. അങ്ങനെ വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് കളമായി മാറുകയായിരുന്നു നിലമ്പൂർ. വൃന്ദ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. പോളിംഗ് സാമഗ്രികൾ ഇന്ന് വിതരണം ചെയ്യും. മണ്ഡലത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പുതിയ MLA തീരുമാനിക്കാൻ നാളെ വോട്ടർമാർ വിധിയെഴുതും. അടിയുറച്ച വിജയ പ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു D. ബിനോയ്. നിലമ്പൂരിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. അത് BJPക്ക് അനുകൂലമാണ്. NDA പുറത്തിറക്കിയ പ്രകടന പത്രിക ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അത് ഗുണം ചെയ്യുമെന്നും മോഹൻ ജോർജ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വോട്ട് ചെയ്യേണ്ട ജനങ്ങളല്ലേ, ജനങ്ങൾ മാറി ചിന്തിക്കും. മാറി ചിന്തിക്കാൻ